പ്രതിപക്ഷവും എൻ്റെ പക്ഷവും, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പറ്റിയുള്ള എൻ്റെ പക്ഷം, ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ പക്ഷം എന്താണ്? നമസ്കാരം. ഇന്നലെ ലോക്സഭാ ഇലക്ഷൻ്റെ 7ാം ചരണവും അതിനുശേഷം എക്സിറ്റ് പോൾസ് മഹാ ഉത്സവവും ആയിരുന്നുവല്ലോ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സിറ്റ് പോൾസ് ശ്രദ്ധിക്കുവാൻ ഇടയായി. മറ്റൊന്നും കൊണ്ടല്ല, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ വാസ്തവികത മനസ്സിലാക്കുക ഒരു രാഷ്ട്രീയ ആവശ്യമല്ല, ഒരാത്മീയ കടമയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ രാഷ്ട്രീയമെന്ന് തോന്നാവുന്ന വിഷയങ്ങളെപ്പറ്റി ആത്മീകമായ കാഴ്ചപ്പാടിലൂടെ ചില ചിന്തകൾ ഏവരുമായി പങ്കിടുവാൻ ഈ കാലങ്ങളിൽ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന തത്വം ഒന്ന് സൂചിപ്പിക്കുവാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. ആദ്യമായി തന്നെ മതവും ആത്മീയതയും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മതത്തിലെപ്പോഴും യാഥാസ്ഥികത്വത്തിൽ നിന്നൊരു ഒളിച്ചോട്ടമുണ്ടാകും. എസ്കേപ്പിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. ഏതോ കാൽപ്പനിക ലോകത്തിൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ആനുകൂല്യങ്ങൾക്ക് അവകാശം പ്രാപിക്കാമെന്ന വിധത്തിൽ ചില മുറകളിൽ കൂടെ, തന്ത്രങ്ങളിൽ കൂടെ, പ്രഹസനത്തിൽ കൂടെ ദൈവമെന്ന് പറയുന്ന സങ്കല്പത്തെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്തി അത് വേണ്ടതുപോലെ പശുവിനെ കറക്കുന്നത് പോലെ കറന്ന് ജീവിത യാഥാർത്ഥ്യങ്ങളോട് ബന്ധമില്ലാതെ എന്നാൽ വലിയ സമൃദ്ധിയിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ ജീവിച്ചു പോകാമെന്ന വലിയ മിഥ്യയാണ് മതമേഖലയിൽ മതവ്യത്യാസമില്ലാതെ എല്ലായിടത്തും എക്കാലത്തും സ്ഥിതി ചെയ്തിട്ടുള്ളത്. എന്നാൽ ആത്മീയത ഇതിന് ഘടകവിരുദ്ധമാണ്. മതം യാഥാർത്ഥ്യബോധത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമെങ്കിൽ ആത്മീയത യാഥാർത്ഥ്യത്തോടുള്ള ഒരു അഭിമുഖമാണ്. യാഥാർത്ഥ്യം എന്താണ്? അത് എത്ര ഭീകരമാണെങ്കിലും കൈപ്പേറിയതാണെങ്കിലും മനുഷ്യ നിയന്ത്രണത്തിന് അതീതമാണ് എന്ന് തോന്നിക്കുമ്പോഴും ഓരോ വ്യക്തിയുടെയും ജീവന് തന്നെ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തോന്നലുണ്ടാകുമ്പോൾ പോലും യാഥാർത്ഥ്യബോധത്തോട് വളരെ ധൈര്യത്തോടുകൂടെ തന്നെ ബന്ധപ്പെട്ട് നിൽക്കുക, അതിനോട് നിരന്തരം സമ്പാദിച്ചു കൊണ്ടേയിരിക്കുക, അതിനോടുള്ള ഈ സംവാദത്തിൽ കൂടെ മനസ്സിലായി വരുന്ന കടമകളെ ഈ യാഥാർത്ഥ്യബോധത്തിന് അപ്പുറത്തെ സ്ഥിതി ചെയ്യുന്ന ദൈവികമായ ഒരു പദ്ധതിയുണ്ട്, അതും കൂടെ കണക്കിലെടുത്ത് കൈകാര്യം ചെയ്യുകയും അതിൽ വരുത്താമാകുന്ന വ്യത്യാസങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുക, അതിൻ്റെ സാഹസികത, ഇതെല്ലാം ആത്മീയതയുടെ അംശമാണെന്ന് വേണ്ടതുപോലെയുള്ള പഠിപ്പീരുകൾ നമ്മുടെ ഇടയിലില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. ഇപ്പോൾ തന്നെ നാം ആരാധിക്കുമ്പോൾ ഒരു ദേവാലയത്തിൽ പോയി ആരാധിക്കണമെന്ന് പറയുന്നു. ദേവാലയം എന്താണ്? ലോക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കാനെന്ന നിലയിൽ 4 ഭിത്തികൾക്കുള്ളിൽ അടച്ച് ബാഹ്യലോകത്തിൻ്റെ സാമീപ്യം തികച്ചും മറന്നു പോകത്തക്ക വിധത്തിൽ അങ്ങനെ ഉള്ള അവസ്ഥയിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവത്തെ ആരാധിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന തികച്ചും അടിസ്ഥാനരഹിതമായ മിഥ്യാബോധത്തിൽ മാത്രമാണ് ആരാധന നാം നടത്തിക്കൊണ്ടുവരുന്നത് എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാകാതിരിക്കേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യാം, അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം വേദപുസ്തകം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, നമ്മെപ്പറ്റിയുള്ള ദൈവഹിതം ആരാഞ്ഞറിയുമ്പോൾ
ഇതൊക്കെയും സംഭവിക്കേണ്ടത് നാം വസിക്കുന്ന ഈ ലോകം, ഈ യുഗം, ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ്, അതിനോടുള്ള ഒരു അറിവിലും പരിചയത്തിലും, എന്നാൽ അതിനോട് വിധേയത്വം വരാത്ത വിധത്തിലും നാം ഈ ആത്മീകമായ കടമ അല്ലെങ്കിൽ അച്ചടക്കം പാലിക്കേണ്ടതാണ് എന്നാണ് യേശുവിൻ്റെ മാതൃക മനസ്സിലാക്കാൻ ശ്രമിച്ചിടത്തോളം എനിക്ക് വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മീക കാഴ്ചപ്പാടിൽ പ്രസക്തമല്ലാത്ത ഒന്നും തന്നെ മനുഷ്യജീവിതത്തിലില്ല. രാഷ്ട്രീയമാണെങ്കിലും സാംസ്കാരിക വിഷയങ്ങളാണെങ്കിലും ധാർമ്മികമായ പ്രശ്നങ്ങളാണെങ്കിലും ഏതും ആത്മീയതയുടെ പരിധിക്കുള്ളിൽ സ്ഥാനമുള്ളതാണ്, നാം പരിഗണിക്കേണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ എക്സിറ്റ് പോൾസിൻ്റെ തൃശ്ശൂർ പൂരമായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരേ ഒരു ചിന്ത മാത്രമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ആ ചിന്ത ഇത്ര മാത്രമാണ്: NDA ജയിക്കുമോ, ഇന്ത്യ സഖ്യം ജയിക്കുമോ എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ വലിയ ഒരു ജനസമുദ്രം, 145 കോടി ആളുകളെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമൊന്നുമല്ല. അവരുടെ ക്ഷേമം, അവരുടെ ഭാവി, അവരുടെ മനുഷ്യത്വത്തിൻ്റെ ഗുണവിശേഷങ്ങൾ, ഇവയൊക്കെയും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളാണ്. അതിനെ സ്പർശിക്കുന്നതും അല്ലെങ്കിൽ അതിന് മേന്മ നൽകുന്നതും അല്ലെങ്കിൽ അതിനെ തിന്മ കൊണ്ട് നിറയ്ക്കുന്നതുമായ എന്തിനെപ്പറ്റിയും ചിന്തിക്കുവാനും ഒരു നിലപാട് സ്വീകരിപ്പാനും നമുക്ക് കടമയുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ അധികം ശ്രദ്ധ ചെലുത്താറില്ല, അല്പം ശ്രദ്ധ ചെലുത്തും. ഇനിയും ഈ എക്സിറ്റ് പോൾസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണ്? ചിന്ത ഇത് മാത്രമാണ്: പ്രതിപക്ഷം എന്നാൽ എന്താണ്? അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭീകരമായ പരാജയത്തെയാണ് എക്സിറ്റ് പോൾസ് വെളിപ്പെടുത്തുന്നത്. ഇതിലെത്രമാത്രം സത്യമുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം മനഃപൂർവ്വം അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് 4-ാം തീയതി മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഒന്നിനെയും അനാവശ്യമായി സംശയിക്കുന്ന ഒരു സമീപനം, സ്വഭാവം എനിക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആകെയുള്ളത് എക്സിറ്റ് പോൾസാണ്. അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വിഷയം എൻ്റെ മനസ്സിൽ വളരെ ശക്തിയോടെ പതിച്ചത് നിങ്ങളുമായി പങ്കിടുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ പരാജയം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അപ്രസക്തി അല്ലെങ്കിൽ ഫലശൂന്യത, ഇൻഇഫക്റ്റീവ്നെസ് വളരെ വ്യക്തമാണ്. തങ്ങൾ ഭരണം പിടിക്കുമെന്നും ഭരണം പിടിച്ച ശേഷം ഇപ്രകാരം ചെയ്യും എന്നുമൊക്കെ പറഞ്ഞ ആ സഖ്യം തങ്ങളുടെ ആത്മധൈര്യം അല്ലെങ്കിൽ പ്രത്യാശ, തങ്ങളുടെ ലക്ഷ്യം വേണ്ടതുപോലെ സഫലീകരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പൊന്തി വന്ന ഒരു യാഥാർത്ഥ്യം. ഇതെന്തുകൊണ്ടാണ് എന്നതാണ് എൻ്റെ ചിന്ത. അവർ പരാജയപ്പെട്ടോ ഇല്ലയോ എന്നത് അവരുടെ പ്രശ്നം, അത് നമ്മുടെ എവിടെയും പ്രശ്നമാണില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പ്രാഥമികമായി പ്രതിപക്ഷ പാർട്ടികളുടെ പ്രശ്നം. എന്നാൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, എന്തുകൊണ്ട് വേണ്ടതുപോലെയുള്ള ഫലമുണ്ടാകുന്നില്ല എന്നതിനെപ്പറ്റി കഴിഞ്ഞ 2 ജനറൽ ഇലക്ഷനിൽ അടിക്കടി തോറ്റ പാർട്ടികൾ എന്ന നിലയിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടോ ചിന്തിക്കുവാൻ മടിക്കുന്നു. അത് ഈ കാലത്തിൻ്റെ പൊതുവെയുള്ള ഒരു പ്രത്യേകതയാണ്. യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുവാൻ ഏവരും വൈമനസ്യം കാണിക്കുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് അറിയില്ല. പക്ഷേ ഏതാണ്ട് എപ്രകാരം മതത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ വാസ്തവത്തിൽ BJP യാഥാസ്ഥിക ബോധത്തോടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവർ ഏത് ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നു, അതൊരു മറ്റൊരു പ്രശ്നമാണ്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണോ, രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണോ,
ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ഭാരതത്തിൻ്റെ മാഹാത്മ്യം എടുത്ത് കാട്ടുന്നതിന് വേണ്ടിയാണോ? ഇതൊക്കെ പ്രശ്നങ്ങളെ അവശേഷിക്കുകയാണ്. അവയുടെ നേരെ കണ്ണടയ്ക്കാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, പ്രതിപക്ഷം എന്നാൽ എന്താണ്? അതിൻ്റെ ഏറ്റവും ബാലിശമായൊരു ധാരണ, ഭരണകക്ഷിയെ കണ്ണുമടച്ച് എതിർക്കുന്നതാണ് പ്രതിപക്ഷം. അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ഏറ്റവും ജനപ്രിയനായ നേതാവിനെ ഏറ്റവും ശക്തമായി എതിർക്കുകയും ഏതെല്ലാം വിധത്തിൽ വിമർശിക്കാമോ അല്ലെങ്കിൽ താറടിക്കാമോ അപ്രകാരം ശ്രമിക്കുകയും ചെയ്യുന്നു ആണ് പ്രതിപക്ഷം. അതുകൊണ്ട് ജനങ്ങൾ അവരെ വിട്ടിട്ട് തങ്ങളുടെ അടുത്തേക്ക് വരും എന്ന ഒരു മിഥ്യാബോധം. ഇത് ചില സാഹചര്യങ്ങളിൽ ഫലം കണ്ടേക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ചിന്തയിൽ ഇതല്ല പ്രതിപക്ഷം. ഞാൻ മനസ്സിലാക്കുന്ന ആശയം, പ്രതിപക്ഷം എന്ന ആശയം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. സകാരാത്മകമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകണം. നിഷേധാത്മകമായ പ്രതിപക്ഷത്തിൽ നിന്ന് സകാരാത്മകമായൊരു പ്രതിപക്ഷത്തിലേക്ക് മുന്നേറുവാൻ ഭാരതത്തിലെ നാം പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവരുടെ തന്നെ അസ്തിത്വം അപകടത്തിലാണ് എന്ന ഒരു ഘട്ടത്തിൽ അവരും ഈ രാജ്യം മുഴുവനും എത്തി നിൽക്കുകയാണ്. ഞാനത് കുറച്ചുകൂടെ ഒന്ന് വെളിപ്പെടുത്തട്ടെ. എന്താണ് ഈ നിഷേധാത്മകമായ പ്രതിപക്ഷം? എന്താണ് കർമ്മോത്സുകമായ അല്ലെങ്കിൽ പോസിറ്റീവായ പ്രതിപക്ഷം? നെഗറ്റീവ് ഓപ്പോസിഷൻ, പോസിറ്റീവ് ഓപ്പോസിഷൻ എന്ന് പറയുമ്പോൾ വളരെ ക്ലിയർ ആൻഡ് ക്രിസ്പ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ നിഷേധാത്മകമായ പ്രതിപക്ഷത്തിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭരണകക്ഷിയെയും അതിൻ്റെ നേതാക്കന്മാരെയും എതിർത്താൽ മതി. അവരെന്തെല്ലാം പോളിസി കൊണ്ടുവരുന്നു അല്ലെങ്കിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, അവയെ ഏറ്റവും സമർത്ഥമായി എതിർക്കുകയും അവ പ്രാബല്യത്തിൽ വരാതിരിക്കത്തക്കോണം എന്തെല്ലാം ചെയ്യാമോ അതൊക്കെയും ചെയ്യുക. ഇതാണ് പ്രതിപക്ഷം. അങ്ങനെ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ കഴിവുകേട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരണം, ഞങ്ങൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നതൊരു മറ്റൊരു പ്രശ്നം, അതിപ്പോൾ ചോദിക്കരുത്. ഇതാണ് നിഷേധാത്മകമായ പ്രതിപക്ഷം. എന്നാൽ സകാരാത്മകമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകണം. അതെന്താണ്? ഞാൻ ആരെയെങ്കിലും എതിർത്താൽ അത് ആ വ്യക്തിയോടോ പാർട്ടിയോടോ ഉള്ള അതൃപ്തി കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ അവരുടെ സ്ഥാനം എനിക്ക് വേണമെന്ന് മോഹിച്ചിട്ടോ അവരുടെ ജനപ്രീതി നശിപ്പിച്ചാൽ എനിക്ക് ലാഭം കിട്ടുമെന്ന പ്രതീക്ഷയിലോ ആയിരിക്കരുത്. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ നന്മ, രാഷ്ട്രത്തിൻ്റെ പുരോഗതി, ഇത് രണ്ടുമായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊരു ചെറിയ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു ചെറിയൊരു ഗാർഡനുണ്ട്. അപ്പോൾ അതിനകത്ത് വേനൽക്കാലത്ത് ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഹോസ് പൈപ്പ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഹോസ് പൈപ്പിൻ്റെ നീളം പോരാതെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഹോസ് പൈപ്പിൻ്റെ അറ്റം കൈ കൊണ്ടൊന്ന് ഞെക്കും. അപ്പോൾ എന്ത് ചെയ്യും, വെള്ളം കുറേ കൂടെ മുൻപോട്ട് പോകും. എൻ്റെ ലക്ഷ്യം എന്താണ്? ചെടിക്ക് വെള്ളം കിട്ടണം. ഞാൻ എന്തുകൊണ്ട് ഈ ഹോസ് പൈപ്പിൻ്റെ അറ്റം ഞെക്കുന്നു? എനിക്ക് ഹോസ് പൈപ്പിനോട് ദേഷ്യം ഉണ്ടായിട്ടോ വെള്ളത്തോട് വെറുപ്പുണ്ടായിട്ടോ അല്ല, എനിക്ക് ചെടികളോട് സ്നേഹം ഉണ്ടായിട്ടാണ്. ചെടികളുടെ ദാഹം ശമിക്കണം, അതിനുവേണ്ടി ഞാൻ ഈ പൈപ്പ് ഞെക്കുന്നു. ഞെക്കുമ്പോൾ അതിലുള്ള വെള്ളം കൂടുതൽ ശക്തിയിൽ പ്രവഹിച്ച് കൂടുതൽ ദൂരത്തിൽ പോകുന്നു. അതാണ് പ്രതിപക്ഷം. ഏത് സാഹചര്യത്തിലും ജനങ്ങൾക്ക് നന്മ വരുന്ന കാര്യങ്ങൾ, അവയ്ക്ക് പ്രോത്സാഹനം നൽകുക, സർക്കാർ ജനക്ഷേമത്തിന് വേണ്ടി എടുക്കുന്ന എല്ലാ നിലപാടുകളെയും മനഃപൂർവ്വം സഹകരിക്കുക. അതേസമയം തന്നെ ജനങ്ങളുടെ നന്മ ഇവിടെ വഴിവിട്ട് ഭരണത്തിലിരിക്കുന്ന ആളുകൾ സഞ്ചരിക്കുമ്പോൾ അതിനെ സർവശക്തിയും ഉപയോഗിച്ച് ചെറുക്കുക.
ഇവയെപ്പറ്റി ഏറ്റവും പ്രധാനമായി ഇവയെപ്പറ്റി ജനങ്ങളിൽ രാജ്യത്തിൽ ഉടനീളം ഒരു ബോധവൽക്കരണം നടത്തുക. രാഷ്ട്രീയം എന്നാൽ എന്താണ്? ജനങ്ങളുടെ അവകാശങ്ങൾ എന്താണ്? ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ്? ഇങ്ങനെ പോയാൽ നാം എവിടെ ചെന്നെത്തും? നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ എന്താണ്? പെടേണ്ട കാര്യങ്ങൾ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ പ്രയോറിറ്റീസ് എന്തായിരിക്കണം? ഈ രാജ്യത്തിൻ്റെ എന്താണ് പറയുന്നത്, പൈതൃകം എന്താണ്? വാട്ട് ഈസ് ദ സ്പിരിച്വൽ, കൾച്ചറൽ ആൻഡ് നാഷണൽ ഇൻഹെറിറ്റൻസ് ഓഫ് ഇന്ത്യ? ഒരു പൗരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൗരത്വത്തിൻ്റെ ചുമതലകൾ എന്താണ്? വിവിധ മതങ്ങൾ സ്ഥിതി ചെയ്യുന്ന സർവമത സമ്മേളനമായ ഭാരതം, അവിടെ മതവും പൗരത്വവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാനൊരു മത തീവ്രവാദിയാകണമോ അതോ ഉത്തരവാദിത്വമുള്ളൊരു പൗരനാകണമോ? എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി പൊതുരംഗത്ത് വരുമ്പോൾ. സ്വകാര്യ ജീവിതത്തിൽ അത് വേറൊരു കാര്യമാണ്. പൊതുരംഗത്ത് ഞാനൊരു പൗരനായി പ്രവർത്തിക്കണമോ അല്ല ഒരു മത എരിവുകാരനായി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ഇടയിൽ വേണ്ടത്ര വെളിച്ചമില്ല, വ്യക്തതയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് പ്രതിപക്ഷത്തിൻ്റെ പരാജയമാണ്. ഇപ്പോൾ പി സി ജോർജിനെ നമ്മൾ എത്രയൊക്കെ വിമർശിച്ചാലും അദ്ദേഹം നല്ലൊരു പേര് തിരഞ്ഞെടുത്തു, ജനപക്ഷം. അതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള ആശയം. പ്രതിപക്ഷം ജനപക്ഷമാകണം. ജനപക്ഷമാകാത്ത പ്രതിപക്ഷത്തിന് ഭരണകൂടത്തിലിരിക്കുന്ന പാർട്ടികളെ വേണ്ടതുപോലെ സകാരാത്മകമായ പ്രതിഷേധത്തിൽ കൂടെ അവരിൽ കൂടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രാപിക്കാവുന്ന നന്മകൾ പ്രാപിപ്പാൻ തക്ക ഒരു പ്രേരണ നൽകുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സകാരാത്മകമായ പ്രതിഷേധത്തിൽ കൂടെ പ്രതിപക്ഷത്തിന് മാത്രമേ ആ സുപ്രധാനമായ ചുമതല വഹിക്കാൻ സാധ്യമാകുകയുള്ളൂ. പക്ഷേ ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ പറയും, ഇവൻ എവിടെ നിന്ന് വന്നവനാണ്, ഇവൻ ഏത് ലോകത്തിൽ കിടക്കുന്നവനാണ്, ഇവന് ഒരു ബോധവുമില്ലല്ലോ എന്ന് പറയും. കാരണം അത് നിങ്ങൾ അല്ല ആരെങ്കിലും പറഞ്ഞെങ്കിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം നമ്മളിതുവരെ കണ്ടത് എന്താണ്? കസേര കളി. ഇന്ന് എൻ്റെ കയ്യിൽ ഈ കസേര, നാളെ നിൻ്റെ കയ്യിലേക്ക്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇടതും വലതും 5 വർഷം 5 വർഷം 5 വർഷം 5 വർഷം കഴിഞ്ഞ ഇലക്ഷനിൽ അത് മാറി, വീണ്ടും ഇടതായി. എന്നാൽ ഇവിടെ ആകപ്പാടെയുള്ള പ്രശ്നം കസേര ആരുടെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളതാണ്. എനിക്കത് പ്രശ്നമേ അല്ല. കസേര ആരുടെ കയ്യിലും ആയിക്കൊള്ളട്ടെ. ജനങ്ങളുടെ ക്ഷേമം ഏത് തോതിൽ ഏത് വിധത്തിൽ സംരക്ഷിക്കപ്പെടുന്നു, ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം. പ്രത്യേകിച്ച് പാവപ്പെട്ടവർ, അശരണരായ ആളുകൾ, നാളെപ്പറ്റി ഭീതിയോടെ ചിന്തിക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായ ആളുകൾ, അവഗണിക്കപ്പെട്ട് കിടക്കുന്ന കോടിക്കണക്കിന് ആളുകൾ. ഇപ്പോൾ തന്നെ മോദിയുടെ തന്നെ ഭാഷയിൽ 80 കോടി ആളുകൾ 5 കിലോ റേഷന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഭാരതത്തിൽ. മേരാ ഭാരത് മഹാൻ. വികസനം അവരുടെ ജീവിതത്തെ ഏത് തോതുവരെ സ്പർശിക്കുന്നു എന്നതിനെപ്പറ്റി ഒരു ശ്വേതപത്രം, ഒരു വൈറ്റ് പേപ്പറെങ്കിലും ഇറക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകേണ്ടതാണ്. ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെപ്പറ്റി ഞാൻ വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു. രാഹുൽ ഗാന്ധിയെപ്പറ്റി നല്ല കാര്യങ്ങൾ പറയാൻ എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് മടിയില്ല. നല്ലത് മോദിയിൽ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. ഗഡ്കരിയിൽ എനിക്ക് നിതിൻ ഗഡ്കരിയെപ്പറ്റി സാമാന്യ ബഹുമാനമുണ്ട്. ശ്രീ നരേന്ദ്രമോദി, ഞാൻ ഇതിനെപ്പറ്റി മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോട് 2-3 തവണ വ്യക്തിപരമായി ഇടപെട്ട സാഹചര്യങ്ങളിൽ വ്യക്തിപരമായി പേഴ്സൺ ടു പേഴ്സൺ എനിക്ക് അദ്ദേഹത്തെപ്പറ്റി വളരെ വളരെ മതിപ്പുണ്ടായിട്ടുണ്ട്. ഞാനത് മുമ്പ് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ ഓർക്കുമെങ്കിൽ 2000-ൽ, ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുൻപ്, ന്യൂയോർക്കിൽ വോൾഡോർഫ് അസ്റ്റോറിയ എന്ന് പറയുന്ന അതിപ്രസിദ്ധമായൊരു ഹോട്ടലിൽ ഞാൻ അന്ന് യുണൈറ്റഡ് നേഷൻസിൻ്റെ പീസ് സബ്മിറ്റ് ഇൻവോൾവിങ് സ്പിരിച്വൽ ലീഡേഴ്സ് അതിൻ്റെ ഇന്ത്യൻ ഡെലിഗേറ്റായിട്ട് പോയ സമയത്ത് എനിക്ക് അക്കോമഡേഷൻ നൽകിയത് വോൾഡോർഫ് അസ്റ്റോറിയയിലാണ്. അപ്പം അന്ന് ഒരു ദിവസം ഞാൻ രാവിലെ, 3 ദിവസത്തെ കോൺഫറൻസാണ്, രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടി
മുറിയുടെ വെളിയിറങ്ങുമ്പോൾ ശ്രീ നരേന്ദ്രമോദിയാണ് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹം അന്ന് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ അല്ല. അപ്പം ടൈംസ് ഓഫ് ഇന്ത്യയിലെ എഡിറ്റ് പേജിലുണ്ടായിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോളത്തിൽ എപ്പോഴും അദ്ദേഹത്തിനെതിരെ ഞാനാണ് എഴുതിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എനിക്കെതിരെ അദ്ദേഹമാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു. കാരണം അന്ന് ഫോട്ടോഗ്രാഫ് വെച്ചാണ് ആർട്ടിക്കിൾസ് പബ്ലിഷ് കൊണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. 1 മണിക്കൂർ ഇന്ന് സംസാരിച്ചു. ഞാൻ അന്ന് ഇതിന് മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞത്, ഞാൻ ശ്രീ നരേന്ദ്രമോദിയോട് ഇരുന്ന് സംസാരിച്ചപ്പോൾ, അദ്ദേഹത്തെ വളരെ ശ്രദ്ധയോടെ കേട്ടപ്പോൾ, ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു എന്നാണ് ഞാൻ തൻ്റെ 2 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നതിനെപ്പറ്റി എനിക്ക് സംശയമാണ്. പക്ഷേ ആ കഴിവ് ഏത് വിധത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് ചില സന്ദേഹങ്ങളുണ്ട്. അത് സത്യമാണ്. അത് തല പോയാലും അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇപ്പോൾ മണിപ്പൂരിൻ്റെ പ്രശ്നം പറഞ്ഞാൽ, മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കുവാൻ, നോർമൽസി പുനഃസ്ഥാപിക്കുവാൻ ശ്രീ നരേന്ദ്രമോദി വിചാരിച്ചാൽ 48 മണിക്കൂർ വേണ്ട, 24 മണിക്കൂർ മതി. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇടപെടാത്തത് എന്നതിനെപ്പറ്റി എനിക്ക് വലിയ നിരാശയുണ്ട്. അങ്ങനെ ഞാൻ ആ വിഷയത്തിൽ ആ ദിശയിലേക്ക് സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ ഇപ്പോഴത്തെ ചിന്ത ഓപ്പോസിഷനെ പറ്റിയാണ്. അപ്പോൾ ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ഒരു ദർശനമില്ലാത്തിടത്തോളം കാലം അവർക്ക് ഇഫക്റ്റീവായിട്ട് ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ് ഫലവത്തായ ഒരു പ്രതിപക്ഷ പ്രതിഭാസമായി അവർക്ക് രൂപാന്തരപ്പെടുവാൻ കഴിയാതെ പോകുന്നത്? അതിൻ്റെ ഒരേ ഒരു കാരണം, ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് മോദിയെയും BJPയെയും തോൽപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അവർക്ക് അല്ലെങ്കിൽ സെൽഫിഷായിട്ടുള്ള സ്വാർത്ഥപരമായ താല്പര്യങ്ങളെ മറികടന്ന് ഈ രാജ്യത്തിൻ്റെയും ഇവിടുത്തെ ജനതയുടെയും നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള മനസ്ഥിതി ഇന്നുമില്ല. ഇത്രയുമൊക്കെ ആയിട്ടും ഇത്രമാത്രം വലിയ ഒരു ശക്തിയെയാണ് തങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്നും അതിനെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമാണ് എന്ന് വ്യക്തമായിരിക്കെ, ഇന്ത്യ സഖ്യം ഉണ്ടായിട്ടും അതിനകത്തെ വിള്ളലുകൾ വളരെ അധികമായിരുന്നു. ഇപ്പോൾ പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പരസ്പരം മത്സരിക്കുകയാണ്. അതുകൊണ്ട് BJPക്ക് ഗുണമുണ്ടായി. അവർ ഒരുമിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ പഞ്ചാബിൽ BJP അക്കൗണ്ട് തുറക്കുകയില്ല. ഇപ്പോൾ ബംഗാളിൽ കോൺഗ്രസും മാർക്സിസ്റ്റും ഒരു സൈഡിലും TMC മറ്റൊരു സൈഡും പരസ്പര ശത്രുക്കളായി മത്സരിക്കുകയാണ്. അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ അംഗങ്ങളാണ്. കേരളത്തിൽ മാർക്സിസ്റ്റും കോൺഗ്രസും രാഷ്ട്രീയ ശത്രുക്കളാണ്. അവർ ഇന്ത്യ സഖ്യമാണ്. അങ്ങനെ മറ്റും ഇങ്ങനെയുള്ള ഈ കോൺട്രഡിക്ഷൻസ്, ഈ വിരോധാഭാസങ്ങൾ എല്ലാ വ്യക്തികളുടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അവരുടെ വിശ്വാസം ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഈ ഒരു സഖ്യം അതിന്മേൽ അർപ്പിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ തന്നെ ഈ ഒരു യാഥാർത്ഥ്യം പരിഗണിക്കുമ്പോൾ എനിക്ക് വേണ്ടതുപോലെ ഒരു ഉറപ്പുണ്ടാകുന്നില്ല. കാരണം ഇവരുടെ ഉദ്ദേശശുദ്ധി എത്രമാത്രം എനിക്ക് വിശ്വസിക്കാൻ കഴിയും? ഈ പ്രതിപക്ഷ പാർട്ടികളുടെ, ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ പ്രതിപക്ഷ പാർട്ടികളുടെ ഉദ്ദേശശുദ്ധി ഏത് തോതിൽ വരെ എനിക്ക് വിശ്വസിക്കാൻ കഴിയും? അവർ മോദിയെ കസേരയിൽ ഇറക്കാൻ മാത്രമാണോ കൂടി വന്നിരിക്കുന്നത്? അതോ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് തോളോട് തോള് ചേർന്ന് അധ്വാനിപ്പാനാണോ കടന്നു വന്നത്? അതൊരു ചോദ്യമാണ്. ഈ രാജ്യത്തെ ജനം ചോദിച്ചിരിക്കും. ഓരോരുത്തരും അവരവരുടെ ചപ്പാത്തി ചുടാനാണ് വന്നത് എങ്കിൽ അതിൽ എന്നെപ്പോലൊരു വ്യക്തിക്ക് താല്പര്യമുണ്ടാകുകയില്ല. ഇതാണ് അതിനകത്തെ യാഥാർത്ഥ്യം. മാത്രവുമല്ല, രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാലും അതിനകത്ത് ധാർമ്മികവും ആധ്യാത്മികവുമായ ഒരു ബലമുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ പോയി 2 ദിവസം തപസ്സിരുന്നത്? അതൊരു വലിയ അടയാളപ്പെടുത്തലാണ്. അതായത് മഹാത്മാഗാന്ധി നമ്മെ അറിയിച്ചതുപോലെ രാഷ്ട്രീയത്തിൽ ആധ്യാത്മികമായ ഊർജത്തിന് ഒരു വലിയ
ഇടമുണ്ടാകണം. 145 കോടി ജനങ്ങളുടെ ക്ഷേമവും ഭാവിയും കാര്യമാത്ര പ്രസക്തമായി കൈകാര്യം ചെയ്യേണ്ടതിന് ഉത്തരവാദിത്വബോധത്തോടെ, സാമർഥ്യത്തോടെ, അതർഹിക്കുന്ന സാമർഥ്യത്തോടെ, കെൽപ്പോടെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു നേതാവ് തന്നിൽ തന്നെ എത്ര പ്രഗത്ഭനാണെങ്കിലും മാനുഷികമായ കഴിവ് അല്ലെങ്കിൽ ക്ഷമത അപര്യാപ്തമാണ്. മനുഷ്യബുദ്ധിയെ കവിയുന്ന ദൈവകൃപ ഇതിനാവശ്യമാണ്. ആത്മീകമായ ഊർജം ആവശ്യമാണ് എന്ന ഒരു തിരിച്ചറിവ് അതിലുണ്ട് എന്നത് എനിക്ക് നിരാകരിക്കാൻ സാധ്യമല്ല. എന്നാൽ അത് വെറും മീഡിയ ഗമിക്കാണോ, ഫോട്ടോ ഓപ്പാണോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗാന്ധിയൻ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചു വന്നൊരു വ്യക്തി എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ ആധ്യാത്മികമായ വെളിച്ചം നിലനിൽക്കുക ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ആവശ്യമാണ് എന്ന് തെളിയിച്ച രാഷ്ട്രപിതാവ്. ഞാനതിനെ 100% വിശ്വസിക്കുന്നു, ആദരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ 2 ദിവസം എല്ലാറ്റിൽ നിന്നും മാറി നിന്ന് ധ്യാനിക്കാനായി ഒരു രാഷ്ട്രീയ നേതാവ് പോകുന്നതിൽ യാതൊരു അപാകതയും ഞാൻ കാണുന്നില്ല. പക്ഷേ അത് ആത്മാർത്ഥമായൊരു അനുഭവം തന്നെയാണോ എന്ന് ഇനിയുമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കേജ്രിവാൾ തന്നെ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിപാസ മെഡിറ്റേഷന് പോയി. അതിനെപ്പറ്റി ആർക്കും വലിയ ലജ്ജയോ വിമർശനമോ ഇല്ലായിരുന്നു. അത് നല്ലതാണ് എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷം വളരെ വ്യക്തമായി ചിന്തിക്കുകയും അവർ ഏത് വഴിയെ പോകണമെന്ന് ഇനിയും അധികം താമസിക്കാതെ തീരുമാനിക്കുകയും ചെയ്തില്ല എങ്കിൽ അവർ ഗോപി വരയ്ക്കേണ്ടി വരും. അവർക്ക് ഭാരത രാഷ്ട്രീയത്തിൽ കാലുകുത്താൻ ഇടമുണ്ടാകേണ്ടി. ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രാദേശിക പാർട്ടികൾ BJPക്കെതിരെ ശക്തമായ പ്രദർശനം കാഴ്ചവെക്കുമെന്നൊക്കെ കഴിഞ്ഞ 5-7 വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ നേരെ മറിച്ചാണ് കാണുന്നത്. പ്രാദേശിക പാർട്ടികളും ഒന്നൊന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ബംഗാളിൽ പോലും, വെസ്റ്റ് ബംഗാളിൽ പോലും TMCയേക്കാൾ BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് എക്സിറ്റ് പോൾസ് പറയുമ്പോൾ, അതൊന്നല്ല പല എക്സിറ്റ് പോൾസ് പറയുമ്പോൾ അവിടെ ഒരു ശ്രദ്ധേയമായ സൂചനയുണ്ട്. അതങ്ങനെ തന്നെ ആയിത്തീരുമോ എന്ന് 4-ാം തീയതി നമുക്കറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സാധ്യത വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതുപോലെ നവീൻ പട്നായിക്കിൻ്റെ ഒറീസയിൽ ഒരു വർഷം മുൻപ് വരെ അങ്ങനെ ഒരു സാധ്യത ആർക്കും വിശ്വസിക്കാമായിരുന്നില്ല. ഇതൊക്കെ സംഭവിക്കുമ്പോൾ പഴയ ഗ്രാമഫോൺ റെക്കോർഡ് അതുപോലെ വെച്ച് കറക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് കണ്ട് ചിരിക്കാനേ എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് സാധ്യമാകുകയുള്ളൂ എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് പ്രതിപക്ഷം എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി എനിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ഇപ്പോൾ നിഷേധാത്മകമായ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സാത്താൻ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ, സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച്. എന്താണ് സാത്താൻ്റെ പണി? ദൈവം എന്ത് നന്മ ചെയ്തു അതിനെ എത്രമാത്രം വികൃതമാക്കാം. അത് നിഷേധാത്മകത മാത്രമാണ്. അതുകൊണ്ട് ഭരണകക്ഷി ദൈവതുല്യമാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. ഞാനൊരു ഉദാഹരണമായിട്ട്, എല്ലാ ഉദാഹരണവും പരിമിതമാണ്. അപ്പോൾ അതുമാത്രമാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യമെങ്കിൽ, അവിടെ ദർശനമെങ്കിൽ, അവിടെ ദൗത്യമെങ്കിൽ അവരെ കൊണ്ട് ആർക്കും വലിയ പ്രയോജനമൊന്നുമില്ല. അത് അങ്ങനെയുള്ള സമീപനം ഒരു രാഷ്ട്രത്തിൻ്റെ ഊർജത്തെ നശിപ്പിക്കാൻ, ബലഹീനമാക്കാൻ, നിർവീര്യമാക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ, ഓർക്കുമെങ്കിൽ, ഒരു ഹോസ് പൈപ്പിൽ നിന്ന് വെള്ളം മുൻപോട്ട് പോകത്തക്കവണ്ണം അങ്ങ് ദൂരെ ദാഹിച്ചു നിൽക്കുന്നൊരു ചെടിയിൽ ആ വെള്ളം പതിച്ച് അത് മരിച്ചു പോകാതെ സംരക്ഷിക്കപ്പെടത്തക്കവണ്ണം വെള്ളം അതിലേക്ക് പായിക്കുവാൻ വേണ്ടി ഈ ഹോസ് പൈപ്പിൻ്റെ അറ്റം ഞെക്കുമ്പോൾ അതാണ് സകാരാത്മകമായ ഒരു പ്രതിപക്ഷം. അങ്ങനെയുള്ളൊരു പ്രതിപക്ഷ ദർശനം ഉണ്ടാകട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. അതാണ് ഇന്ന് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് എന്ന ചിന്ത ഇന്നലെ രാത്രി ഈ എക്സിറ്റ് പോൾസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ അടിക്കടി വന്നത്
നിങ്ങളുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് വിചാരിച്ച് മാത്രം ഞാനിത് ചെയ്യുന്നു. നിങ്ങളും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നത് എനിക്ക് നിശ്ചയമാണ്. നിങ്ങളുടെ ചിന്തകൾ അറിയുവാൻ കാത്തിരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.